ഇന്ന് വൈകിട്ട് ഞങ്ങളിവിടെ അടുത്ത് കളപ്പാറ ആര്യങ്കാവിൽ അന്തകവധം എന്നുള്ള ഒരു കഥകളി കാണാൻ പോയി. അപ്പോൾ ബ്രാഹ്മണനും ബ്രാഹ്മണ പത്നിയാണ് ആദ്യം രംഗത്ത് കാണിക്കുന്നത്. അവർക്ക് മഹാദേവൻ്റെയും നാവാമുകുന്ദൻ്റെയും അനുഗ്രഹപ്രകാരം സൽപുത്രനായിട്ട് ശ്വേതൻ ഉണ്ടായി. അപ്പോൾ സൽപുത്രനാണോ അതോ ആയുസ് കുറവുള്ള സൽപുത്രനാണോ ആയുസ് ധാരാളമുള്ള ദുഷ്കർമ്മിയായിട്ടുള്ള പുത്രനെയാണോ വേണ്ടത് എന്നുള്ളത്, ആയുസ് കുറഞ്ഞാലും സൽപുത്രൻ മതി എന്നുള്ള ആവശ്യപ്രകാരം നല്ലൊരു പുത്രൻ ഉണ്ടായി. ആ പുത്രൻ്റെ ഉപനയനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റിയാണ് അവരവിടെ പറയുന്നത്. പക്ഷേ 16ാമത്തെ വയസ്സിൽ മരണം വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 16ാമത്തെ വയസ്സ് അടുക്കാറായി. അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അച്ഛനും അമ്മയും കൂടിയിട്ട്, അതിനുള്ള പ്രതിവിധി എന്താണെന്ന്. അപ്പോൾ കാലൻ ആ 16ാമത്തെ വയസ്സ് തികയണ ദിവസം തന്നെ കാലൻ ശ്വേതനെ വധിക്കാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ 16ാമത്തെ ദിവസം തന്നെ തൻ്റെ കർമ്മമായിട്ടുള്ള മരണം വിധിക്കണം എന്ന് വിചാരിച്ചിട്ട് ശ്വേതനെ കൊല്ലാനായിട്ട് യമഭഗവാൻ കാലപാശം കൊണ്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് 16ാമത്തെ വയസ്സിൻ്റെ അന്ന് അമ്മയും പുത്രനും കൂടിയുള്ള ഉണ്ണിയും കൂടിയിട്ടുള്ള സംസാരമാണ്. അമ്മ അങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസം തന്നെ മകൻ്റെ മരണമല്ലേ, ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമല്ലേ. അപ്പോൾ മകൻ പറയുകയാണ്, എൻ്റെ പിറന്നാളല്ലേ, നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി തരണം എന്നുള്ളത് മകൻ ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് അമ്മ സങ്കടത്തോട് കൂടിയിട്ടാണെങ്കിലും സദ്യ വിളമ്പി കൊടുക്കുകയാണ്. നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി വിളമ്പി കൊടുത്ത് ഉണ്ണി അത് സന്തോഷത്തോടു കൂടി കഴിക്കുകയാണ് ചെയ്യണത്. ആ സമയത്ത് കാലൻ അവിടെ എത്തുകയാണ്. കാലപാശമായിട്ടുള്ള കാലൻ്റെ വരവ് കണ്ട് പേടിച്ചിട്ട് അമ്മ വേഗം അവിടെ നിന്ന് പോവും. കാലൻ കാലപാശമായിട്ട് ദണ്ണും ആയിട്ട് ഓടിയെത്തുകയാണ്. അപ്പോൾ ഉണ്ണി അമ്മയും അവിടുന്ന് പേടിച്ചോടും. മുകുന്ദ മുരാരേ മുകുന്ദ മുരാരേ കൃഷ്ണ കാലപാശമെന്നെ ബന്ധിക്കൂ. ഉണ്ണി നാവാമുകുന്ദനെ ഭജിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും യമഭഗവാൻ കാലപാശവും ദണ്ണൊക്കെ ആയിട്ട് വീണ്ടും അവിടെ എത്തുകയാണ്. അപ്പോൾ പേടിച്ച് ഉണ്ണി ഓടി ശിവൻ്റെ അടുക്കൽ അഭയം തേടുകയാണ് ചെയ്യണത്. അപ്പോൾ പിന്നാലെ കാലപാശമായിട്ട് കാലനും ഓടും. അവസാനം രണ്ടുപേരും ശിവഭഗവാന്റെ അടുത്തെത്തും. ഉണ്ണി ഓടി ശിവഭഗവാന്റെ അടുത്ത് എത്തി നമസ്കരിക്കുകയാണ്. തന്നെ കാലിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കുകയാണ് ചെയ്യണത്. ആ സമയത്ത് കാലനും അവിടെ എത്തും. കാലൻ തൻ്റെ കർമ്മം ഇതാണ്, ത്രിമൂർത്തികൾ നിശ്ചയിച്ചിട്ടുള്ള കർമ്മമല്ലേ താൻ നടത്തണമെന്ന് പറയുമ്പോൾ ശിവഭഗവാൻ പറയും, തൻ്റെ ധർമ്മം എന്നുള്ളത് തൻ്റെ ഭക്തരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടും പറഞ്ഞ് തമ്മിൽ യുദ്ധം ഉണ്ടാവും അവിടെ വെച്ചിട്ട്. അങ്ങനെ യമഭഗവാൻ ഒട്ടും കൂസലില്ലാതെ എങ്ങനെയെങ്കിലും ഉണ്ണിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അവസാനം രണ്ടുപേരും കൂടിയുള്ള യുദ്ധത്തിൽ കാലൻ്റെ കയ്യിൽ നിന്ന് കാലപാശം താഴെ വീഴുകയാണ്. ആ സമയത്താണ് ശിവഭഗവാൻ ശൂലം കൊണ്ട് കാലനെ കൊല്ലണതാണ് കഥയുടെ അന്ത്യഭാഗം. ഇതോടുകൂടി കഥ അവസാനിക്കുകയാണ്. അന്തകവധം.